ഹമാസിൻ്റെ നേതാക്കൾ പറയുന്ന 7,000-ഓളം അവരുടെ ആൾക്കാർ പല ഭാഗത്തുണ്ട് ലോകത്തിൻ്റെ. അതായത് ബോർഡറിലുണ്ട്, സിറിയയിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവരോട് തിരിച്ചു വരാൻ പറയുന്നു. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് അടിയുണ്ടായി. ഇസ്രായേൽ IDF സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പെർസിക്യൂഷൻ അത് തുടങ്ങി. പഴയ പോലെ ഇവർ തോക്കുയർത്തി വെടിവെച്ച് ഉള്ള ആഹ്ലാദങ്ങളൊന്നും നടത്തുന്നില്ല എന്നേ ഉള്ളൂ. ഹമാസിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസ്, അതായത് മിലിഷ്യ ടോപ്പ് ഒഫീഷ്യൽസ് പറയുന്നത് അവർ ഗാസ വിടാൻ തയ്യാറാണ്. അപ്പം അതിനകത്ത് മറ്റൊരു കൂട്ടർ പറയുന്ന ഒരു ഗാസ വിടാനും തയ്യാറല്ല, ഈ പറയുന്ന ആംസ് വെപ്പൺസ് താഴെ വെക്കാനും തയ്യാറ്. അതാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് ഡിവൈഡ് ചെയ്യാനുള്ള പോസിബിൾ ചാൻസസ് ഉണ്ട്. ഒരു വിഭാഗം അത് വിടാൻ തയ്യാറാകും, മറ്റൊരു വിഭാഗം വിടാൻ തയ്യാറാകത്തില്ല. ഇപ്പം ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെ ആ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് പല ഡോക്യുമെൻസുകൾ, അമേരിക്കൻ മിലിറ്ററി ഡോക്യുമെൻസുകളൊക്കെ ലീക്കായി. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കറങ്ങുവാണ്. അമേരിക്ക ഇത് റിജക്റ്റ് ചെയ്തിട്ടില്ല, അക്സെപ്റ്റും ചെയ്തിട്ടില്ല. ഇത് അമേരിക്ക പ്ലാൻ ചെയ്ത് ഏകദേശം 6-7 മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനൊരു പീസ് സംഭവം വരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും ഒക്കെ കൂടെ ചേർന്ന് ഇങ്ങനൊരു ജോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിനകത്ത് അമേരിക്കയാണ് ഫോഴ്സിനെ ഹെഡ് ചെയ്യുന്നത്.